കൂകി വിളിക്കുന്ന ട്രെയിനിൽ പുറത്തേക്ക് നോക്കി അവളിരുന്നു. അവളുടെ ഉള്ളിൽ വലിയൊരു കടൽ ഇളകി മറിയുന്നുണ്ട്. വിൻഡോയിലൂടെ തഴുകുന്ന കാറ്റിൽ ക്ഷീണം കാരണം കണ്ണുകൾ അടഞ്ഞു പോകുന്നു. പക്ഷേ അവൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. അതിനേക്കാൾ ഭാരം അവളുടെ മനസ്സിനാണ്. അത് കുറയണമെങ്കിൽ അവൾക്ക് ലക്ഷ്യത്തിലെത്തിച്ചേരണം. ആനക്കാട്ടിൽ വലിയ നെയിം ബോർഡ് നോക്കിക്കൊണ്ട് ദല്ലാൽ രാമൻ അകത്തേക്ക് കയറി. വീട്ടുമുറ്റത്ത് കൂടി നിൽക്കുന്ന ആളുകൾ. ദൈവമേ, വല്യപ്പച്ചൻ പടമായോ? ആരും ഒന്നും പറഞ്ഞു കേട്ടില്ലല്ലോ. രാമാ, അയ്യോ, ആ മുതലാളി ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ ജേക്കബ് സാറിനെ ഒന്ന് കാണാൻ. അതെന്താടോ, തനിക്ക് എന്നെ കണ്ടിട്ടൊന്നും പറയാനില്ലേ? ജേക്കബിനോട് മാത്രമേ താൻ ഉണ്ടാക്കത്തുള്ളോ? അയ്യോ, അതല്ല മുതലാളി, ജേക്കബ് സാർ. ഡോ രാമ, താനിങ്ങ കയറിപ്പോരെ. വല്യപ്പച്ചൻ വെറുതെ ഓരോന്ന് പറയും. അതെന്താടാ ജേക്കബേ, വെറുതെ ഓരോന്ന് പറയാൻ എനിക്ക് നൊസ്സുണ്ടോ? വയസ്സായ ഒന്നിലും ഇടപെടാതെ ഉമ്മറത്തെ കസേരയിൽ ഇങ്ങനെ ശവം കണക്കിയിരിക്കണമെന്ന് ഏത് നിയമപുസ്തകത്തിലാ പറഞ്ഞേക്കുന്നത്? ഓ, ഈ വല്യപ്പച്ചൻ. എന്നതാടോ താൻ വന്ന കാര്യം പറ. സാറേ, നമ്മുടെ കൊച്ചനെ അവർക്ക് നന്നായി അങ്ങ് ബോധിച്ചു. പേരിന് MBA എടുത്തെങ്കിലും ഇവിടുത്തെ ആസ്തിയെപ്പറ്റിയൊക്കെ അവർക്കറിയാം. അപ്പോൾ പിന്നെ ബിസിനസ് നോക്കി നടത്തുന്നത് കുഞ്ഞായിരിക്കുമെന്ന് അവർക്കറിയാം. അതുകൊണ്ട് തന്നെ അടിച്ച ബെമ്പർ അവർ വേണ്ടെന്ന് വയ്ക്കുമോ? അപ്പോൾ ഞങ്ങളിനി എന്താ വേണ്ടത്? അതിപ്പോൾ ഇവിടുത്തെ സൗകര്യം നോക്കി അങ്ങോട്ടൊന്ന് പോണം. ഒരു ചെറിയ ചടങ്ങ്, കുട്ടിയെ ഒന്ന് നേരിൽ കണ്ടിട്ട് ബാക്കി നമുക്ക് അവിടെ വെച്ച് തീരുമാനിക്കാം. അല്ലേടോ? ഒക്കെ സാറിൻ്റെ മേഡത്തിൻ്റെ ഇഷ്ടം. അതിനപ്പുറം ഒന്നുമില്ലല്ലോ നമ്മുടെ പുണ്യാളച്ചന്. ഇതുപോലൊരു മകനെ കിട്ടിയത് നിങ്ങളുടെ ഭാഗ്യം തന്നെയാ സാറേ. ജേക്കബ് സാറിൻ്റെ മകനെന്നാ നാട്ടിലെല്ലാവർക്കും എന്നാ പ്രിയവാ. ആസ്തിയുടെ കാര്യത്തിലല്ല സാറേ, ആനക്കാട്ടിൽ ജേക്കബിനോട് ആളുകൾക്ക് അസൂയ. നമ്മുടെ പുണ്യാളനെ പോലെ ഒരു മകനെ നിങ്ങൾക്ക് കിട്ടിയതിലാ. രാമൻ പറഞ്ഞതും ജേക്കബ് ഒന്ന് ചിരിച്ചു. സാറേ, നമ്മുടെ പുണ്യാളച്ചന് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല ആലോചനയാ ഇത്. ഇത്രയില്ലെങ്കിലും അവരും ഒന്നാം തരം കുടുംബക്കാർ തന്നെയാണെന്ന് സാറിനറിയാലോ. ആ കൊച്ചോ മാലാഖയെ പോലല്ലയോ? സണ്ണിച്ചൻ ഉണ്ടാക്കിയിട്ടേക്കുന്ന സർവ്വതിനും അവകാശി ആ കൊച്ചു മാത്രമാ. കൊച്ചു ബിസിനസ് രംഗത്ത് അത്ര സജീവമല്ല. പക്ഷേ അവരുടെ ജുവലറിയുടെ സകല ഡിസൈനും ചെയ്യുന്നത് അലോണ കുഞ്ഞാ. അതിലാ താല്പര്യം. പരസ്യത്തിന് മോഡലാകാനുള്ള സൗന്ദര്യം ഉണ്ടെങ്കിലും അതിനൊന്നും കമ്പമില്ല. നല്ല അച്ചടക്കവും ഒതുക്കവും ഉള്ളൊരച്ചായത്തി കൊച്ചാ. അതല്ലേ ആരെങ്കിലും കൊത്തിക്കൊണ്ട് പോകും മുന്നേ രാമൻ കയറി കൊളുത്തിയത്. നമ്മുടെ പുണ്യാളനെ പോലൊരു പയ്യനെ മഷിയിട്ട് നോക്കിയാ അവർക്ക് കിട്ടുമോ? കിട്ടിയ അവസരത്തിൽ ജേക്കബിനെ സുഖിപ്പിച്ചുകൊണ്ട് രാമൻ കത്തിക്കയറി. ഇതൊത്താൽ തൻ്റെ തലവര മാറുമെന്ന് അയാൾക്ക് നന്നായി അറിയാം. എന്നാ മേടത്തോട് ആലോചിച്ച് ഒരു ദിവസം പറഞ്ഞാൽ മതി. ഞാനങ്ങോട്ട്. അയാൾ തല ചൊറിഞ്ഞു. എടോ, താൻ നിൽക്ക്, ഞാനിപ്പോൾ വരാം. അത് സാറേ, എല്ലാം കൂടി ഒന്നിച്ച് അത് വേറെ തരാടോ. ഇപ്പം താൻ വഴിച്ചെലവിനുള്ളത് പിടിച്ചോ, ഞാനിപ്പോൾ വരാം. ജേക്കബ് ഉള്ളിലേക്ക് കയറിപ്പോയി. എൻ്റെ രാമാ, നിന്റെ സമയം തെളിഞ്ഞു. അയാൾ സന്തോഷത്തോടെ കാത്തു നിന്നു. റാഹേലേ? ആ ഹിച്ചായ, വരുന്നു. സാരിത്തലപ്പിൽ കയ്യും തുടച്ചുകൊണ്ട് ഒരു സ്ത്രീ ഓടി വന്ന് അയാളെ മുട്ടി നിന്നു. എൻ്റെ റാഹേലേ, ഞാനിവിടെ മല പോലെ നിൽക്കുന്നത് കണ്ടില്ലേ നീ? അയ്യോ, ഞാൻ ഇച്ചായം വിളിക്കുന്നത് കേട്ട് ഓടി വന്നപ്പോൾ അറിയാതെ. ആ,
സാരമില്ല, എൻ്റെ കൊച്ചിന് അല്ലേലും ഇത്തിരി വെപ്രാളം കൂടുതലാണെന്ന് ഞാൻ ഓർക്കണമായിരുന്നു. അയാൾ ചിരിയോടെ പറഞ്ഞു. പോയി ചായ. അയാൾ മുഖം വീർപ്പിച്ചു. റാഹേലെ, രാമൻ വന്നിട്ടുണ്ട്. ആണോ? എന്തായി ചായ? അവർക്ക് സമ്മതമാണോ? ആനക്കാട്ടിൽ കുടുംബത്തു നിന്നും ഒരാലോചന ചെന്നാ ആരാ റാഹേലെ വിസമ്മതിക്കുന്നത്? അതും നമ്മുടെ മോനെ പോലൊരു പയ്യനെ ആരെങ്കിലും വേണ്ടെന്ന് വെക്കോ? അയാൾ അഭിമാനത്തോടെ തല ഉയർത്തി നിന്ന് പറഞ്ഞു. അത് ശരിയാ ഇച്ചായ, നമ്മുടെ മോനെ എല്ലാരും വിളിക്കണത് എന്താന്നറിയോ ഇച്ചായന്? അയാൾ ചിരിയോടെ മൂളി. എന്നാ ഒന്ന് പറഞ്ഞേ, എന്താണെന്ന്? പുണ്യാളൻ. അതേ ചായ, ഈശോ നമുക്ക് തന്നെ പുണ്യമാ നമ്മുടെ പുണ്യാളച്ചൻ. എവിടെ എൻ്റെ കുഞ്ഞ്? അവൻ പുറത്തു പോകാൻ തയ്യാറാവുകയെ ചായ. അത് പതിവില്ലല്ലോ, ഇന്നെന്താ? അത് വല്യപ്പച്ചൻ ഒപ്പിച്ചതാ. ഏതോ പുതിയ മൂവി റിലീസായി പോലും. പേര് പോലും എൻ്റെ കുഞ്ഞിനറിയില്ല. എങ്കിലും കൂട്ടിക്കൊണ്ടു പോകാം വല്യപ്പച്ചൻ്റെ ആഗ്രഹമല്ലേ എന്ന്. അയാളുടെ മുഖം വിടർന്നു. നമ്മുടെ തിയേറ്ററിലേക്കാണോ? അവിടെ അല്ല ചായ, വർഷയിലേക്കാ. അവിടെ ഏതാ മൂവി? ആർക്കറിയാം. ഇച്ചായൻ എന്നാത്തിന് എന്നെ വിളിച്ചേ? അയ്യോ, അത് മറന്നു. നമ്മുടെ രാമന് വഴിച്ചെലവിന് കൊടുക്കാൻ വിളിച്ചതാ. അതാ ഇപ്പൊ നന്നായേ. രാമനിപ്പോ നിന്നടുത്ത് നിന്ന് വേര് കിളർത്ത് കാണും. അവർ ചിരിച്ചതും ജേക്കബ് നോക്കി നിന്നുപോയി. അവർ പുരികമുയർത്തി. എന്നാ രസമുള്ള ചിരിയാ റാഹേലെ നിന്റെ. നിലാവ് പൂത്തതുപോലെ. പിന്നെ അതിന് നിലാവ് പൂക്കുന്നത് ഇച്ചായം കണ്ടിട്ടുണ്ടോ? അവൾ കിലുങ്ങി ചിരിച്ചു. കണ്ടിട്ടുണ്ട്. നിനക്ക് കാണണോ? കാണണം. അയാൾ പെട്ടെന്നവരെ തന്നിലേക്ക് വലിച്ചടുപ്പിച്ചു. അവളുടെ കാത് ഒന്ന് നുണഞ്ഞു വിട്ടു. അവൾ വിറച്ചുപോയി. അയാൾ പുഞ്ചിരിയോടെ അവളെ നോക്കി. പിന്നെ അവരെ കണ്ണാടിക്ക് നേരെ തിരിച്ചു. നോക്ക്, നിലാവ് പൂത്തു നിൽക്കുന്നത് കണ്ടോ? അവൾ നാണത്തോടെ അവന്റെ നെഞ്ചിൽ പതുങ്ങി. രാമ. അയ്യോ! ഉറക്കം തൂങ്ങി അയാൾ ഞെട്ടി കണ്ണുകൾ തുറന്നു. അത് രാമ, എനിക്കൊരു കോളുണ്ടായിരുന്നു. സാരമില്ല സാറേ, എനിക്ക് പോയിട്ട് ധൃതിയൊന്നുമില്ല. അയാൾ തല ചൊറിഞ്ഞു ചിരിച്ചു. ദാ രാമ. ജേക്കബിന്റെ കയ്യിലേക്ക് നോക്കിയ അയാളുടെ കണ്ണുകൾ തിളങ്ങി. 10,000 രൂപ. വഴിച്ചെലവിന് ഇത്രയാണെങ്കിൽ ഈ കെട്ട് നടന്ന. അയാളുടെ മനസ്സിൽ ലഡ്ഡു പൊട്ടി. അയാൾ അത് വാങ്ങി പോക്കറ്റിലേക്ക് തിരികെ. വരട്ടെ സാറേ. ഡേറ്റ് അറിയിച്ച രാമൻ രാവിലെ ഇവിടെ ഉണ്ടാകും. അതിപ്പോ വച്ച് താമസിപ്പിക്കേണ്ട രാമ. നാളെ തന്നെ അങ്ങോട്ട് പോയിട്ട് വരാമെന്ന ആ റാഹേലിന്. അയാളുടെ മുഖം തെളിഞ്ഞു. ആയിക്കോട്ടെ സാറേ. അല്ലേലും നല്ല കാര്യങ്ങളിൽ ഒട്ടും അമാന്തം വയ്ക്കരുതെന്നാ എൻ്റെ അപ്പൻ പറയുന്നേ. ഞാൻ രാവിലെ വരാട്ടോ. അയാൾ സന്തോഷത്തിൽ തിരികെ ഇറങ്ങി. നീ നിന്റെ പള്ള നിറയ്ക്കാൻ ഒപ്പിച്ചോടാ രാമ. ഒന്ന് പോ മുതലാളി. ചിരിയോടെ അയാൾ റോഡിലേക്കിറങ്ങി സ്പീഡിൽ നടന്നു. ബാത്ടബിൽ റോസ് പെറ്റൽസിനിടയിൽ കണ്ണുകൾ അടച്ചു കിടക്കുന്ന സുമുഖനായൊരു ചെറുപ്പക്കാരൻ. വെട്ടിയൊതുക്കിയ താടിയും കട്ടിമീശയും, ചുവന്ന ചുണ്ടും വീതിയേറിയ നെറ്റിത്തടവും, കട്ടിപ്പുരുകവും കുഞ്ഞു നീണ്ട കണ്ണുകളും, ഇളം ചുവപ്പോടുകൂടിയ വെളുത്ത നിറം. ബാത്തിൽ നിന്ന് എണീറ്റ് അവൻ റൂമിലേക്ക് നടന്നു. ബോഡിയിലാകെ ലോഷൻ പുരട്ടി അവൻ കണ്ണാടിയിൽ നോക്കി. നന്നായി മെയിൻറ്റെയിൻ ചെയ്യുന്ന ബോഡി. ആര് കണ്ടാലും കണ്ണെടുക്കാതെ നോക്കി നിൽക്കുന്ന സൗന്ദര്യം. അവൻ നീണ്ടു മുഖത്തേക്ക് വീണ കിടക്കുന്ന മുടി വിരൽ കൊണ്ട് മാടി ഒതുക്കി. വലിയ ഗ്ലാസ് ഷെൽഫ് തുറന്നതും അടുക്കി നിരത്തിയിട്ടിരിക്കുന്ന വിവിധ തരം ഡ്രസ്സുകൾ. അവൻ അതിലൂടെ വിരലോടിച്ചു. ലൈറ്റ് ഗോൾഡൻ ഷോർട്ട് കുർത്തിയിൽ അവൻ തൊട്ടു. ഒപ്പം അതേ കരയുള്ള മുണ്ടും. ഡ്രസ്സ് ധരിച്ചുകൊണ്ട് മുകളിലെ ബട്ടൺ ഓപ്പണായി ഇട്ടുകൊണ്ട് അവൻ കട്ടിയുള്ള ചെയിൻ എടുത്ത് ധരിച്ചു. ചെയിൻ്റെ അറ്റത്തുള്ള കുരിശിൽ ചൂണ്ടുവിരൽ കൊണ്ട് തൊട്ട് ചുണ്ടിൽ വെച്ചു. കയ്യിൽ
കട്ടിയുള്ള ബ്രേസ്ലെറ്റ് എടുത്ത് ധരിച്ചു. സ്വയം ആകമാനം ഒന്ന് നോക്കി. അവൻ്റെ മുഖത്ത് പൂർണ്ണ തൃപ്തി. മുണ്ട് ഒരു കൈകൊണ്ട് ഒരറ്റമുയർത്തി ഓപ്പൺ ഷൂ ധരിച്ചു. അവൻ താഴേക്കുള്ള സ്റ്റെപ്പുകൾ ഓടിയിറങ്ങി. ഇവൻ ഇഷാൻ ശ്യാം ജേക്കബ്. ഇവനാണ് നാട്ടാരുടെ പുണ്യാളച്ചൻ. മമ്മി, ദാ വരുന്നു മോനെ. വല്യപ്പച്ചൻ എവിടെ മമ്മി? റെഡിയായി നേരത്തെ തന്നെ ഉമ്മറത്തിരിപ്പുണ്ട്. അവിടേക്ക് വരുന്നവരുടെ കഴുത്തിൽ കത്തിവച്ചിരിക്കുവാ നിന്റെ വല്യപ്പച്ചൻ. മമ്മി, അങ്ങനെയൊന്നും പറയരുത്. വയസ്സായ മനുഷ്യനല്ലേ. അതെ അതെ, മോൻ അങ്ങനെയേ പറയൂന്ന് മമ്മിക്കറിയാം. നിന്റെ വല്യപ്പച്ചൻ പതുങ്ങുന്നതേ നിന്നോട് മാത്രമാ. അത് എന്നോടുള്ള സ്നേഹം കൊണ്ടാ മമ്മി, അല്ലാതെ വേറൊന്നുമല്ല. റാഹേൽ ഒന്ന് ചിരിച്ചു. മോനെ, ഒരു കാര്യം പറയാനുണ്ട്. നാളെ നമ്മൾ ആ കൊച്ചിനെ കാണാൻ പോകുന്നുണ്ട് കേട്ടോ. അവൻ്റെ മുഖം ഒന്ന് തിളങ്ങി. നാളെ രാവിലെ തന്നെ പുറപ്പെടണം. അവൻ തലയാട്ടിക്കൊണ്ട് ഹാങ് ചെയ്തിരുന്ന ധാറിന്റെ ചാവിയെടുത്തു. ഉമ്മറത്തിരുന്ന വല്യപ്പച്ചനെ നോക്കി ചിരിയോടെ ചോദിച്ചു, ആഹാ, സുന്ദരക്കുട്ടനാണല്ലോ. പിന്നല്ല. അയാൾ എണീറ്റ് മുണ്ട് മടക്കി കുത്തി. വല്യപ്പച്ചനെ ഇപ്പൊ കണ്ട എൻ്റെ അപ്പനാണെന്നേ പറയൂ. അല്ലേലും എനിക്കെത്ര പ്രായം ഇല്ലടാ ഉവേ. അതെനിക്കറിയരുതോ വല്യപ്പച്ച. എന്നാ നമുക്കിറങ്ങിയാലോ? നീ വണ്ടി ഇറക്കടാ കൊച്ചനെ, ഒരു പൊളി പൊളിക്കണം. അയ്യോ വല്യപ്പച്ച, കുളമാക്കുവോ? നമ്മുടെ കുടുംബത്തിൻ്റെ കോപ്പ്. നീ ഇങ്ങനെ ഒരു മൊണ്ണായി പോയല്ലോടാ. നീ എൻ്റെ കൊച്ചുമോനാ. ആ കുണം കാണിക്കാൻ നോക്ക്. നിൻ്റെയൊക്കെ പ്രായത്തിൽ ഞാൻ എങ്ങനെയായിരുന്നു എന്നറിയോ നിനക്ക്? എവിടെ? എടാ, ഈ ജോർജ് ഒന്ന് വിരൽ ഞൊടിച്ചാ നിരന്ന് നിൽക്കും നല്ല സുന്ദരി പെൺപിള്ളേർ, അറിയോ? കണ്ടത്തിലും കാട്ടിലും മേട്ടിലും ഈ ജോർജ് കാണിക്കാത്ത പോക്കൃത്തരമില്ല. ആരെ കണ്ടു പഠിച്ചാലും ജോർജിനെ കണ്ടു പഠിക്കരുത് എന്നായിരുന്നു അമ്മമാരുടെ ഉപദേശം. അയാൾ ഉറക്ക ചിരിച്ചു. എടാ, നീ കണ്ടത്തിൽ കിടന്ന് ബോൾ തട്ടിയിട്ടുണ്ടോ? മാവേലും പ്ലാവേലും ആകാശം മുട്ട ഉയർന്നു നിൽക്കുന്ന മരത്തിന്മേലും വലിഞ്ഞു കയറിയിട്ടുണ്ടോ? തെറുപ്പ് ബീഡി വലിച്ച് വട്ടത്തിൽ പുക വിട്ടിട്ടുണ്ടോ? നല്ലൊരു ബാറിൽ കയറി സ്വയംബൻ സാധനം സിപ്പ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. അപ്പോ നിന്റെ വല്യപ്പനായ ഞാൻ പറയും, നീ ജീവിതം അറിഞ്ഞിട്ടില്ല. എടാ പുണ്യാളാ, ഇതൊക്കെ അറിഞ്ഞും ആസ്വദിച്ച് നടന്നിട്ട് തന്നെ ഞാൻ ഉണ്ടാക്കിയതാ ഇക്കാണുന്ന മുതലൊക്കെ. നിന്റെ തന്ത ഏറ്റെടുത്ത് നടത്തുന്നു എന്ന് മാത്രം. എടാ, നീ ഇങ്ങനെ ഗുഡ് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കോ വല്യപ്പച്ച. കക്ഷത്തിൽ വെച്ചോണ്ട് നടക്കാതെ ജീവിതം ആസ്വദിക്കാൻ നോക്കടാ. ചെണ്ടമേളം കേട്ടാ തുള്ളണം. നല്ലൊരു സിനിമ കണ്ടാ വിസിലടിക്കണം. ട്രെൻഡ് സോങ് കേട്ടാ ഡാൻസ് ചെയ്യണം. എന്താടാ എന്നൊരുത്തൻ ചോദിച്ചാ നീ ഏതാടാ എന്നും ചോദിച്ചൊരു തട്ട് കൊടുക്കണം. വല്ലത് മനസ്സിലായോടാ കോവർ കഴുതേ? വല്യപ്പച്ചൻ വന്നേ. വല്യപ്പച്ചനെ പോലെ എനിക്ക് പറ്റില്ല. ചിരിയോടെ പറഞ്ഞുകൊണ്ട് അയാളെ പിടിച്ച് മുന്നിലേക്ക് കയറ്റാൻ ശ്രമിച്ചു. നീ വിടടാ പുണ്യാളാ, ഞാൻ തന്നെ കയറും. എനിക്കേ അതിനുള്ള ആരോഗ്യമൊക്കെ ഉണ്ട്. ഓക്കെ. അവൻ ഡ്രൈവ് ചെയ്യാൻ തുടങ്ങിയതും വലിയപ്പച്ചൻ വലിയ വായിൽ പാട്ട് തുടങ്ങി. പിറ്റേന്ന് രാവിലെ ഉറക്കമുണർന്ന ഇഷാൻ ഒന്ന് ഫ്രഷായി ന്യൂസ് പേപ്പർ എടുക്കാൻ താഴേക്ക് പോയി. പത്രം കിട്ടിയ അരിച്ച് പെറുക്കി വായിക്കുന്ന വല്യപ്പച്ചൻ സൈലൻ്റായിട്ട് എന്തോ ആലോചിച്ച് കിടക്കുന്നത് കണ്ട് അവൻ അത്ഭുതം തോന്നി. ഹീറോ, ഇന്നെന്താ ആകെ ഡള്ളായിരിക്കുന്നത്? എടാ പുണ്യാളാ, ദേ നീ ഇത് കണ്ടോ? അയാൾ പത്രം നീട്ടി. മക്കൾ ഉപേക്ഷിച്ച് കളഞ്ഞ ഒരമ്മയെ നാട്ടുകാർ ചേർന്ന് ഓൾഡേജ് ഹോമിലാക്കുന്ന ന്യൂസ്. ഇതിപ്പോ സാധാരണയല്ലേ വല്യപ്പച്ച? അതെ, സാധാരണയാണ്. ഞാനേ ഓർത്തത് അതല്ല. പിന്നെ ഞാൻ ആ കൊച്ചിനെ ഇങ്ങ് കൊണ്ടുവന്നാലോ? ഏത് കൊച്ചിനെ? എടാ കോപ്പേ, ദേ ഈ കൊച്ചിനെ.
ഹേ, ഇത് കൊച്ചോ? ഇതൊരമ്മച്ചിയല്ലേ വല്യപ്പച്ച? പോട കഴുതേ, നിനക്കമ്മച്ചിയാണെന്ന് തോന്നും. അത് നിന്റെ പ്രായത്തിൻ്റെയാ. എൻ്റെ ഒരു ലെവൽ വെച്ച് നോക്കുമ്പോൾ ഇതേ കൊച്ചാ. ആഹാ, രാവിലെ തന്നെ വല്ലാത്ത ആഗ്രഹങ്ങളൊക്കെയാണല്ലോ. അവൻ ചിരിയോടെ അയാളുടെ കവിളിൽ തലോടി. പക്ഷേ അയാളുടെ മുഖം വേദനയാൽ ചുളിഞ്ഞു. മോനെ, വേഗം റെഡിയായിക്കോ, 8 കഴിയുമ്പോൾ നമുക്ക് ഇറങ്ങണം. റാഹേൽ പറഞ്ഞതും അവൻ അയാളെ നോക്കി പുരികമുയർത്തി. നമുക്ക് വേണ്ടത് അതിൻ്റെ സമയത്ത് പേരൻസ് തരും, കണ്ടോ? ഞാൻ വേഗം പോയി റെഡിയായിട്ട് വരട്ടോ. എൻ്റെ വല്യപ്പച്ചൻ വരുന്നുണ്ടോ? ഞാനെങ്ങും വരുന്നില്ല. ജീവിതം അറിയാത്ത കഴുത, കോവർ കഴുത. വലിയ ഇരുനില വീടിന് മുന്നിൽ കാർ നിന്നു. ജേക്കബും റാഹേലും ഇഷാനും രാമനും ഇറങ്ങി. വാ സാറേ. അവരിറങ്ങിയതും അകത്തു നിന്നും ചിരിയോടൊരു മധ്യവയസ്കൻ അവരുടെ അടുത്തേക്ക് വന്നു. ഹലോ ജേക്കബ്. ഹലോ സണ്ണി. അവർ കൈകോർത്തു. വരൂ റാഹേൽ. കൂടെ വന്ന സ്ത്രീ ചിരിയോടെ അവരെ ക്ഷണിച്ചു. വാ മോനെ. അവരുടെ കണ്ണുകൾ അവനെ കണ്ടതും തിളങ്ങി. വലിയ ഹാളിൽ സൽക്കരിച്ചിരുത്തി സ്ത്രീ നേരെ കിച്ചണിലേക്ക് നടന്നു. റാഹേൽ ചുറ്റും നോക്കി. നല്ല വൃത്തിയുള്ള വീട്, ഇന്റീരിയർ ഡിസൈൻ അടിപൊളി, അവർ പറഞ്ഞു. അതൊക്കെ മോളുടെ സെലക്ഷനാ. ഡിസൈനാണ് അവൾക്ക് താല്പര്യം. അതിന് എന്തായാലും, അഭിമാനത്തോടെ സണ്ണിച്ചൻ പറഞ്ഞു. ഇഷാന്റെ കണ്ണുകൾ ചുറ്റും പരതി. എന്നിട്ട് ആ ഡിസൈനർ എവിടെ? രാമൻ അവന്റെ മനസ്സ് കണ്ടതുപോലെ ചോദിച്ചു. മോളിപ്പോ വരും. സ്റ്റെപ്പുകൾ ഇറങ്ങി വരുന്ന വെളുത്ത കാലുകൾ, അതിൽ പറ്റിപ്പിടിച്ചു കിടക്കുന്ന സ്വർണ്ണ പാദസരം, നീട്ടി വളർത്തിയ നഖത്തിൽ ചോക്ലേറ്റ് കളർ ക്യൂടെക്സ്. അവൻ്റെ കണ്ണുകൾ മേലോട്ട് ചലിച്ചു. ഒറ്റ നോട്ടത്തിൽ സമൃദ്ധയെപ്പോലെ തോന്നിക്കുന്ന വട്ടമുഖമുള്ള സുന്ദരി. നിരയൊത്ത പല്ലുകൾ, വെള്ളക്കല്ലിൻ്റെ മുക്കുത്തി, കണ്ണുകളെഴുതി കുഞ്ഞു പൊട്ടു തൊട്ടിട്ടുണ്ട്. വൈറ്റ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ അനാർക്കലി സെറ്റ്. ഇടതൂർന്ന മുടി നീണ്ട വിരലുകൾ കൊണ്ട് സൈഡിലേക്ക് വിടർത്തിവിട്ട് മെല്ലെ മെല്ലെ നടന്നു വരുന്ന അലോണ. അവൻ്റെ ഇരിപ്പ് കണ്ടപ്പോഴേ ഇത് നടക്കുമെന്ന് രാമൻ ഉറപ്പിച്ചു. ഹായ് ഇഷാൻ, ഞാൻ അലോണ. അവൾ അവരുടെ അടുത്തേക്ക് വന്നു സ്വയം പരിചയപ്പെടുത്തി. ഹായ് ആൻറ്റി. ഹായ് അങ്കിൾ. എനിക്ക് ആരെയും വെയിറ്റ് ചെയ്യിക്കുന്നത് ഇഷ്ടമല്ല. അതാണ് മമ്മി വിളിക്കാഞ്ഞിട്ടും ഞാനിങ്ങ് വന്നത്. ഒന്നും തോന്നരുത്. അവൾ പറഞ്ഞുകൊണ്ട് ചിരിച്ചു. അവളുടെ ഭംഗി ഇരട്ടിച്ചതായി അവർക്ക് തോന്നി. അത്ര ഭംഗിയുള്ള ചിരിയായിരുന്നു അവളുടേത്. ഒരു ട്രേയിൽ ജ്യൂസുമായി എത്തിയ സ്ത്രീ അവളെ അമ്പരന്ന് നോക്കി. മോളിങ്ങ് വന്നോ? മമ്മി വന്ന് വിളിക്കുമായിരുന്നു. മമ്മി, അതുവരെ ഇവരെ വെയിറ്റ് ചെയ്യിക്കണോ? അത് തെറ്റാണ് മമ്മി. എൻ്റെ മമ്മി എപ്പോഴും ഇങ്ങനെയാ. എൻ്റെ നേച്ചർ അറിഞ്ഞും ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടും. മോളിവിടെ ഇരിക്കേ, ചോദിക്കട്ടെ. റാഹേൽ അവളെ അരികെ പിടിച്ചിരുത്തി. ചോദിച്ചോ ആൻറ്റി. അങ്ങനെ പ്രത്യേകിച്ചൊന്നും ചോദിക്കാനില്ല, എല്ലാം അറിയാലോ. പിന്നെ നേരിലൊന്ന് കാണണം. എൻ്റെ മോനെ ഇഷ്ടമായോ എന്നൊന്നറിയണം, അത്രേ ഉള്ളൂ. അതിപ്പോ മമ്മിയും പപ്പയും പറയുന്നത് എന്താണോ അത് ഞാൻ അനുസരിക്കും. എനിക്കങ്ങനെ നിർബന്ധമൊന്നുമില്ല. പിന്നെ ഒരാഗ്രഹം ഉണ്ടായിരുന്നത് ആദ്യം കാണാൻ വരുന്ന ആളുമായി തന്നെ മാരേജ് നടക്കണമെന്നായിരുന്നു. അത് നമുക്ക് നടത്താലോ മോളെ. കാണാൻ ആദ്യമായി വന്നത് ഞങ്ങൾ തന്നെയല്ലേ? ജേക്കബ് ചോദിച്ചു. അതെ അങ്കിൾ. അവൾ അവനെ ഒന്ന് നോക്കി. മോൾക്ക് മോനോട് എന്തെങ്കിലും സംസാരിക്കണോ? അവൾ നോക്കുന്നത് കണ്ട് ജേക്കബ് ചോദിച്ചു. ഒന്ന് സംസാരിച്ചാൽ കൊള്ളാം അങ്കിൾ. ഒറ്റ നോട്ടത്തിൽ ആളെ മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിലും സംസാരം അടുപ്പം കൂട്ടുവെന്നല്ലേ? മോള് മിടുക്കിയ. മോനെ ചെല്ല്, പോയി സംസാരിച്ചിട്ട് വാ. അവൻ തലയാട്ടി എണീറ്റു. അവളുടെ കണ്ണുകൾ അവനെ ആകമാനം വീക്ഷിച്ചു. അവളുടെ കണ്ണുകൾ തിളങ്ങി, മുഖം വിടർന്നു. അവൾ ഗാർഡനിലേക്ക് നടന്നു, ഒപ്പം അവനും. ഇഷാൻ MBA ആണല്ലേ? അതെ. എന്നെപ്പറ്റി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? അറിയേണ്ടതൊക്കെ ബ്രോക്കർ പറഞ്ഞു. അവൾ പുഞ്ചിരിച്ചു. എന്നാ അയാൾക്കറിയാത്തത് ഞാൻ പറയാം.
ഞാൻ ഇന്ന് വരെ ആരെയും ലവ് ചെയ്തിട്ടില്ല. ആരോടെങ്കിലും ഒരിഷ്ടം തോന്നിയാൽ അയാളോടൊപ്പം ജീവിതം തുടങ്ങണം എന്നാണ് എനിക്ക്. കോളേജിൽ കുറേ പ്രപ്പോസൽസൊക്കെ വന്നതാണ്. എൻ്റെ കാര്യം ഞാൻ തുറന്നു പറഞ്ഞു. അതുകൊണ്ട് തന്നെ എനിക്ക് ഫ്രണ്ട്സ് ലിസ്റ്റ് അല്പം കൂടുതലാ. എനിക്ക് ഡിസൈനിങ് ആണ് ഇഷ്ടം. അലോണ ജുവലറി ഡിസൈൻ ചെയ്യുന്നത് ഞാൻ തന്നെയാണ്. അതായത് മാരേജ് കഴിഞ്ഞാലും ഇതൊക്കെ നോക്കുന്നത് ഞാൻ തന്നെ ആയിരിക്കും. ഇഷാന് സമ്മതമല്ലെങ്കിൽ തുറന്നു പറഞ്ഞോളൂ. അങ്ങനെയൊന്നുമില്ലല്ലോ. അവൾ അമ്പരന്ന് നോക്കി. അത് ഞാൻ സോറി, ഈ ഫുൾ നെയിം എനിക്ക്. അത് സാരമില്ല, ഇഷാൻ അങ്ങനെ വിളിച്ചോളൂ. അവളുടെ ഉള്ളിൽ ഒരു മഞ്ഞുതുള്ളി വീണതുപോലെ. അല്ലുവിനെ എനിക്കിഷ്ടായി. ഞാൻ വേറൊന്നും പറയുന്നില്ല. അവൻ ചിരിച്ചു. അയ്യോ, അത് പറ്റില്ല. നാട്ടിൽ പുണ്യാളൻ എന്ന പെൺകുട്ടികളുടെ ആരാധനാ പുരുഷനാണെന്ന് പപ്പ പറഞ്ഞു. അപ്പൊ എന്തെങ്കിലും ചുറ്റിക്കളി വല്ലതും? അയ്യോ, അല്ലു എന്താ ഈ പറയുന്നേ? ഞാൻ അങ്ങനെയൊന്നും. അവൻ പരിങ്ങി. അവൾ ചിരിച്ചു. സാധ്യതയില്ലെന്നറിയാം, എന്നാലും ഒരു ഉറപ്പിന് വേണ്ടി ചോദിച്ചതാ. ബാംഗ്ലൂർ പോലൊരു നഗരത്തിൽ പഠിച്ചിട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോയെന്നറിയാൻ. പിന്നീടറിഞ്ഞാൽ എനിക്ക് സഹിക്കാൻ കഴിയില്ല. അവൻ ചിരിച്ചു. അവൾ അവനെ കണ്ണെടുക്കാതെ നോക്കി. ഇഷാൻ ശരിക്കും സുന്ദരനാ. താനും. അവർ പരസ്പരം കണ്ണുകളിൽ ആഴ്ന്നിറങ്ങി. പെട്ടെന്ന് അവൻ്റെ ഫോൺ റിങ് ചെയ്തു. അവൻ ഞെട്ടലോടെ ഫോൺ എടുത്തു നോക്കി. വല്യപ്പച്ചനാ. അവൻ ഫോൺ കാതോട് ചേർത്ത് പിടിച്ചു. എന്നതാ വല്യപ്പച്ച? ഉവ്, കണ്ടു, സംസാരിച്ചു. ആ, ഇപ്പം ഇറങ്ങും. ശരി വല്യപ്പച്ച, വാങ്ങാം. അവൾ പുരികമുയർത്തി. വല്യപ്പച്ചന് ഷുഗർ ഉണ്ടേ. അമ്മച്ചി സ്വീറ്റ്സ് അധികം കൊടുക്കില്ല. പേസ്ട്രി വാങ്ങിക്കൊണ്ട് വരണേന്ന്. കുട്ടികളുടെ മനസ്സാ. അവൻ ചിരിച്ചു. ഇഷാൻ്റേതും. അവൾ പുഞ്ചിരിച്ചു. അവൻ തിരിഞ്ഞതും അവൾ പെട്ടെന്ന് അവൻ്റെ കയ്യിൽ പിടിച്ചു. അവൻ തിരിഞ്ഞു നോക്കി. ഞാൻ ഉറപ്പിച്ചോട്ടെ? എന്ത് എന്ന ഭാവത്തിൽ അവൻ നോക്കി. ഇഷാൻ എൻ്റേതാണെന്ന്? അവൻ നിറഞ്ഞ ചിരിയോടെ തലയാട്ടി. അവർ ഹാളിൽ വരുമ്പോൾ അവർ കാര്യമായ ചർച്ചയിലാണ്. എന്തായി, പരസ്പരം ഇഷ്ടായോ? ഇരുവരും ചിരിച്ചു. സണ്ണിച്ചാ, പിള്ളേര് ഗ്രീൻ സിഗ്നൽ കാണിച്ച സ്ഥിതിക്ക് നമുക്ക് ബാക്കി തീരുമാനിക്കാല്ലേ? അതേ ചായ. മേരിയെ, നിനക്ക് മോനെ ഇഷ്ടമായല്ലോ അല്ലേ? അവർ ചിരിച്ചു. മമ്മിയുടെ പേര് മേരി എന്നാണല്ലേ? റോസ്മേരി. അവൾ ചിരിയോടെ പറഞ്ഞു. അറിയില്ലായിരുന്നു. അപ്പോൾ നമുക്ക് അച്ഛനെ കണ്ട് നല്ലൊരു ദിവസം നോക്കി ഇടവകയിൽ വെച്ച് എൻഗേജ്മെൻറ്റ് നടത്താം. 1 മാസം ഗ്യാപ്പിട്ട് കെട്ടും നടത്താം. എന്തെങ്കിലും അസൗകര്യം ഉണ്ടേ അറിയിച്ചാൽ മതി. ഒരസൗകര്യം ഇല്ല ഇച്ചായ. ഞങ്ങളുടെ കൊച്ചിൻ്റെ കെട്ട് നാളെ നടത്താനും ഞങ്ങൾ റെഡിയാ. പക്ഷെ അത് നടപ്പില്ലല്ലോ. ബന്ധുക്കൾക്കൊക്കെ ഒരില കൊടുത്തില്ലേ, പിന്നെ എന്ത് കെട്ട്? എന്നാ നാളെ തന്നെ നമുക്ക് മേടയിലൊന്ന് പോകാം. എന്താ സണ്ണിച്ച? ശരി ചായ, അങ്ങനെയാകട്ടെ. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. അയ്യോ, അങ്ങനെ അങ്ങ് പോയാലോ? നല്ല വെള്ളയപ്പവും പോത്ത് വരട്ടിയതും ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ. അത് കഴിച്ച് സന്തോഷത്തോടെ പിരിഞ്ഞാൽ മതി. ഇനി നമ്മൾ അന്യരല്ലല്ലോ. മേരി പറഞ്ഞതും റാഹേൽ എണീറ്റു. ശരിയാ, എന്നാ നമുക്ക് ഒന്ന് കൈ നനച്ചേച്ചും പോകാം ഇച്ചായ. എല്ലാവരും സന്തോഷത്തോടെ ആഹാരം കഴിക്കാനിരുന്നു. ഇഷാന്റെ അടുത്ത് തന്നെ അലോണയും. അവൾക്ക് മനസ്സിൽ വല്ലാത്തൊരു സന്തോഷമായിരുന്നു. അവൾ അവനെ ശ്രദ്ധിച്ചുകൊണ്ട് ആഹാരം കഴിക്കാൻ തുടങ്ങി. അവൻ്റെ ചുവന്ന ചുണ്ടും നിരയൊത്ത പല്ലും ചുവന്ന നാവും അവൾ കടക്കണ്ണാൽ വീക്ഷിച്ചു. അവളുടെ ഉള്ളിൽ അവൻ പതിഞ്ഞു എന്ന് റോസ്മേരിക്കും സണ്ണിച്ചനും ബോധ്യമായി. പാലായിലെത്തി അവൾ നേരെ ഓട്ടോ സ്റ്റാൻഡിലേക്ക് നടന്നു. ചേട്ടാ, ഒരോട്ടം പോകുമോ? എവിടേക്കാ? ആനക്കാട്ടിലേക്ക്. ഉറച്ച ശബ്ദത്തിൽ അവൾ പറഞ്ഞു. ആ, കയറ്. വലിയ ബാഗ് തോളിൽ നിന്നും എടുത്ത് ഓട്ടോയിലേക്ക് വെച്ചുകൊണ്ട് അവൾ കയറി. പടുകൂറ്റൻ തറവാടിൻ്റെ മുന്നിൽ ഓട്ടോ നിർത്തി. അവളുടെ കണ്ണുകൾ ഉള്ളിലേക്ക് പാഞ്ഞു. ആനക്കാട്ടിൽ. വലിയ നെയിം ബോർഡ് കണ്ടതും അവൾ ഇറങ്ങി. ഓട്ടോയ്ക്ക് ക്യാഷ് കൊടുത്ത് അവൾ ബാഗ് എടുത്ത് തോളിൽ തൂക്കി ഉറച്ച കാലടികളോടെ അകത്തേക്ക് നടന്നു. ആരാ? ആരുടെയോ ശബ്ദം. അവൾ തിരിഞ്ഞു. ആരാ കൊച്ചേ നീ? എവിടുന്നാ? അയാൾ മുറ്റത്തുനിന്ന് അവളുടെ അടുത്തേക്ക് നടന്നു. വല്യപ്പച്ച,
ഞാൻ ജാൻവി ജോസ് കുര്യാക്കോസ്. ഞാൻ തമ്പാനൂരിൽ നിന്നാ വരുന്നത്. എനിക്ക് ഇച്ചനെ ഒന്ന് കാണണം. അതിനാ ഞാൻ ഇത്രയും ദൂരം വന്നത്. അയാളുടെ നരച്ച കണ്ണുകൾ കുറുകി. ഇച്ചനോ? അതാരാ? ഇഷാൻ ശ്യാം ജേക്കബ്. അവളുടെ ശബ്ദം ഉറച്ചതായിരുന്നു. ഹലോ, തുടക്കം എങ്ങനെ? ഇഷ്ടമായില്ലെങ്കിൽ തുറന്നു പറയണേ. ഞാനല്ലേ റൈറ്റർ, നമുക്ക് മാറ്റിപ്പിടിക്കാന്നേ. അപ്പോൾ സ്റ്റോറി കേൾക്കുന്ന അല്ലെങ്കിൽ വായിക്കുന്ന എല്ലാവരും അഭിപ്രായം പറയൂ. ലൈക്കും കമൻറ്റും ഹൈപ്പും മറക്കരുത് പ്ലീസ്. അറിയാലോ, നിങ്ങളുടെ സപ്പോർട്ടില്ലെങ്കിൽ ഇനിയും എന്നെ വേദനിപ്പിക്കരുത്.